വണവണക്കം. പുതിയ കൊട്ടേഷനും കൊണ്ട് ഇറങ്ങിയിരിക്കുകയാണല്ലേ? എന്നിട്ട് എന്തിനു പറ്റി? പോത്തുകളെ ഈ പറഞ്ഞാൽ മനസ്സിലാകാത്തവരെല്ലാം നമ്മൾ പോത്തുകളെന്ന് പറയുന്നു. ഉദാഹരണത്തിന് സാർ. പക്ഷേ എവരങ്ങനെയല്ല ഏട്ടാ, നല്ല ചെല്ലുവിളിയുള്ള എനമാണ്. മാണിക്യത്തിന്റെ പോത്തുകളാണ്. പറഞ്ഞെടുത്ത് തന്നെ ഏതോ ഒരു കോപ്പിലെ മന്ത്രി നിന്റെ അണ്ടർവെയറിന്റെ പോകലുണ്ടെന്ന് കരുതി ഇമ്മാതിരി കണ്ണുകാലി ഷൈനിങ് എന്റെ അടുത്ത് കാണിക്കാൻ വന്നാണല്ലോ. പൊക്കാലി കെട്ടി മുള്ളിക്കും ഞാൻ. തള്ളേ കൊള്ള പുള്ളി തന്നെ. ഇത്രയും തോന്നെ നാക്കാലിലുള്ളപ്പോ പിന്നെ എന്തരനും വച്ചു മുള്ളിക്കാനായിട്ടൊരു മുക്കാലി. എന്തരായാലും മുട്ടി വന്നേല്ലേ? അതുകൊണ്ട് രായുട്ട, നീ നമ്മുടെ സാറിനെ നല്ല മുറ്റനായിട്ടൊന്ന് മുള്ളിച്ചു വരി. പെടിപ്പീലടേ ചെല്ലി. ഇനി നടക്കാൻ പോണ മുള്ളിക്കളിയുള്ള നമ്മളില്ല കേട്ടാ. നമ്മൾ വരണ്ട ഫ്രീ. അപ്പൊ നടക്കട്ടെ നല്ല ഈടിവെട്ടായിട്ട്. മാനം കെടുത്താടേ. ഏട്ടാ, ഡോണ്ട് വറി, ഐ വിൽ മാനേജ് ഇറ്റ്. ഓ തന്നെ മാനേജരൊക്കെ നീ എന്നെ പോയി അടി പിടിക്ക്. ആദ്യം ഒന്ന് പാളിയെങ്കിലും ഇഞ്ഞിക്കാരി സ്പിരിത്തോളി. ആരിത്? മാണിക്കോ? അപ്പൊ നമ്മുടെ തട്ടകത്തിലേക്കുള്ള വഴിയോ? അറിയാം. തട്ടകത്തിലോട്ടും തട്ടുംപുറത്തിലോട്ടും ഒക്കെ ആയിട്ട് വഴികളത്ര കിടക്കണം വച്ചു ഈ ഉലകത്തില്. നിന്നാണെന്നാ ഉള്ള പറയാല്ലേ? നീ പുലിയാണ് കേട്ടാ. വൻ പുലികൾ വന്ന് വാഴുന്ന കാട്ടിലൊരു നരിയെങ്കിലും ആവാതെ പറ്റില്ലല്ലോ അണ്ണാ. ഈ വരവ് ഞാൻ കുറച്ച് നേരത്തെ പ്രതീക്ഷിച്ചതാ. ഓ തന്നെ. പക്ഷെ എങ്ങനെ മച്ചു വെറും കൈയോടെ വരണത്? പഴയ തോഴന്മാരില്ലേ? അതും പണ്ട് എങ്ങനെയൊക്കെ പിരിഞ്ഞു പോയവര്. എന്തെങ്കിലുമൊക്കെ സമ്മാനങ്ങളുമായിട്ട് വേണ്ടേ വരാ. അതല്ല എന്റെ ഒരു മുറ. അപ്പൊ ദാ അടക്കണു മുറ്റ ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. ഇറക്കട്ടാ വർക്കിച്ച ആ സാധനം ഇറക്കി കണ്ടു നോക്കി. ഇത്രയൊക്കെ നമ്മളെ കൊണ്ടുപോക്കൂ. ഞാൻ നമ്മൾ വേറെ എന്തെല്ലാം ഉണ്ട് വിശേഷം? എനിക്ക് പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. വിശേഷങ്ങളൊക്കെ നിനക്കല്ലേ. അതുകൊണ്ടായിരിക്കും അണ്ണ എന്റെ വിശേഷങ്ങളെല്ലാം അന്വേഷിച്ച് നടക്കണത്. നീ ഞാരെന്നറിയാൻ വേണ്ടി വിമാന യാത്രയൊക്കെ നടത്തിയല്ലേ? എന്തരായാലും അണ്ണന്റെ നകളി പിത്തരക്കായ സ്ഥിതിക്ക് കാര്യങ്ങൾ കലിപ്പില്ലാതെ പറയുക. കൊച്ചിലെ കൂടെ കളിക്കുന്ന പ്രായത്തിൽ തുടങ്ങിയാണ് നീ ആ ചെറുക്കനെ മൂപ്പിക്കാൻ വേണ്ടിയുള്ള വിസിലടി. വയസ്സുകളൊക്കെ തോനായില്ലേ? ഇനിയെങ്കിലും ഈ തറ വേലകളൊക്കെ നിർത്തി അവനെ എന്റെ ജോലികൾ ചെയ്ത് ജീവിക്കാൻ നോക്കടേ. ഞാൻ വിസിലടിക്കും, കൈയടിക്കും. എന്നോട് കളിക്കാൻ വന്നാൽ ചിലപ്പോ കരണക്കുറ്റിക്കും അടിക്കും. അതെന്റെ സ്പോർട്സ്മാൻ സ്പിരിറ്റ്. ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. നീ എന്തൊക്കെയാണ് ചെയ്യാൻ പോണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. താണ്ടെ ഇത് നമ്മളെ ലാസ്റ്റിലത്തെ അഭിമുഖ സംഭാഷണമാണ് കേട്ടാ. ഇതിൽ ത്വാർത്തുമുണ്ട് പൊത്തി ഞാൻ അങ്ങോട്ട് ഉറപ്പിക്കണം നമ്മളെ കച്ചവടം. അതല്ല പൊസറാക്കുള്ളി അടിച്ച് നീ നേരത്തെ പറഞ്ഞ മാറ്റാൻ ചെല്ലിട്ടായിട്ട് ഇറങ്ങുന്നുണ്ടല്ലോ. ഈ ത്വാർത്തുമുണ്ടിന് പറ ഞാൻ ക്വാടി കൊണ്ട് കൊണ്ടുവരും നിന്റെ ഒടുക്കലത്തെ കച്ചവടം ഉറപ്പിക്കാൻ. മച്ചു മാട വേണ്ട ഏട്ടാ, തടി കേടാവും. അത് തന്നെയാ എനിക്കും പറയാനുള്ളത്. കേടാകും. അത്ത യവൻ പുലിയാണ്. ഒരു വരവൂടെ വരേണ്ടി വരും.